ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ പാച്ചുവും കോവാലിനും. ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലെത്തുന്നൊരു പ്രത്യേക വിഭവമായിട്ടാണ്. ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പനീർ അച്ചാർ. ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും, മറ്റ് അധികം പേരും കേൾക്കാൻ സാധ്യതയില്ല. നമ്മൾ പനീർ അച്ചാറാണ് ഉണ്ടാക്കുന്നത്, പനീർ പിക്കിളാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പനീർ ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതെങ്ങനെ വീട്ടിൽ തയ്യാറാക്കുക എന്നുള്ളത് ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയ നല്ല നാടൻ പനീർ ഉണ്ടാക്കിയത്. പിന്നെ വെളുത്തുള്ളി ഞാനിപ്പോൾ ഒരു തുടം വെളുത്തുള്ളി എടുത്തിട്ട് ഒരു തുടം വെളുത്തുള്ളി, ഒരു 6 പച്ചമുളക്, അത് വട്ടത്തിലരിഞ്ഞ് വെച്ച 6 പച്ചമുളക്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. ഇത് മുക്കാലൊരു ബൗൾ എടുത്തിട്ടുണ്ട്, ബൗള്. പിന്നെ ഉപ്പ് ആവശ്യത്തിന്, അതുപോലെ ഗരം മസാല, പിന്നെ വേണ്ടത് വിനെഗർ. ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. ഇത്രയും ഐറ്റം കൊണ്ട് നമുക്ക് രുചികരമായ പനീർ അച്ചാർ ഉണ്ടാക്കാം. ഇനി അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് ആവശ്യത്തിന് ചുരുക്ക, ഞാനിപ്പോൾ 2 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. 2 സ്പൂൺ ഒഴിച്ചു. വേണമെങ്കിൽ നമുക്കൊരു സ്പൂൺ കൊണ്ട് ആവശ്യത്തിന് എടുക്കുക. ആവശ്യത്തിന് എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉപ്പുപൊടി ഉണ്ടല്ലോ, ആ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ക്രമീകരിക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പുപൊടിയും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതാദ്യം നമ്മൾ റെഡിയാക്കി വയ്ക്കാം. ഇനി എന്നിട്ട് വേണം നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാൻ. വേണ്ടത് ഒരു ചീൻചട്ടി എടുത്ത് ഗ്യാസിൽ വെച്ചു. ഗ്യാസ് വിറക് അത് വെക്കുക. എന്നിട്ട് തീർച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ചൂടാവണം. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിൽ ഏതാണെന്ന് വെച്ചാൽ ഒഴിക്കുക. എന്നിട്ട് അതും എണ്ണയെ നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. നന്നായിട്ട് തിളച്ചാൽ നമുക്ക് കൃത്യമായിട്ട് വറുത്തെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും വറുത്തെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ തയ്യാറായി വെച്ചേക്കുന്ന പനീർ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. പനീർ അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. നമുക്ക് ഏകദേശം ഒരു ബ്രൗൺ കളർ കിട്ടാവുന്നവരെ വറുത്തെടുക്കണം. അപ്പോൾ നമ്മളത് ആ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആദ്യം ഇളക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരിക്കലും ഇളക്കരുത്, ആദ്യം ഇളക്കരുത്. ഇളക്കിക്കഴിഞ്ഞാൽ ഇത് വീഡിയോയിൽ കാണുന്നത് പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ആദ്യം ഒരിക്കലും ഇളക്കരുത്. അതൊരു 10 മിനിറ്റ് അതൊന്ന് വിട്ട് പോരാൻ പറ്റും. നമ്മൾ ഇളക്കി നോക്കിക്കഴിഞ്ഞാൽ അത് ആ എണ്ണയിൽ നിന്ന് അല്ലെങ്കിൽ ആ ചട്ടിയിൽ നിന്ന് വിട്ട് പോരാൻ കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ അറിയാം, നമുക്ക് ആ ചട്ടിയിൽ നിന്ന് വിട്ട് പോരും. ആ ഇതിൽ പിടിച്ച് വെക്കാതെ വിട്ട് വരും. ആ വിട്ട് പോരുന്നവരെ അതിന് ശേഷം മാത്രമേ നമ്മൾ ഇളക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം, നമുക്ക് അത് ഇളകി പോരുന്നുണ്ട് നോക്കാം. അപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, അത് പയ്യെ ഇളകി പോരുന്നുണ്ട്. അത് ചട്ടിയുടെ അടിയിൽ പിടിക്കാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിടിക്കാതെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ചെറിയ ബ്രൗണിഷ് കളർ കാണുന്നുണ്ട്. ഇപ്പോൾ അടിയിൽ പിടിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ധൈര്യത്തോടെ ഇളക്കി കൊടുക്കുക. ഇനി ഇത് പൊടിഞ്ഞു പോകില്ല. അപ്പോൾ നമ്മളിതിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മളിത് എല്ലാ ഭാഗത്തും അതുപോലെ ഒരു ബ്രൗണിഷ് കളർ വേണം. അതായത് നന്നായിട്ട് വറുത്ത് കിട്ടണം. അതായത് ഈ പനീർ കറക്റ്റായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടണം. അപ്പോൾ അതുവരെ നമ്മൾ പയ്യെ ഇളക്കി കൊടുക്കണം നന്നായിട്ട്. അത് എല്ലാ സൈഡും പയ്യെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ കരിഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എല്ലാ സൈഡും നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അധികം ഹൈ ഫ്ലെയിം വേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. ഏകദേശം വറുത്ത് വന്നിട്ടുണ്ട്. എല്ലാ സൈഡും നല്ല ബ്രൗണിഷ് കളറായിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളത് ആ വറുത്ത് വെച്ചിരിക്കുന്നത് പയ്യെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമ്മൾ ഇതുപോലെ തന്നെ നമ്മളെടുത്ത് വെച്ച ഇഞ്ചിയും മുളകും അതുപോലെ വെളുത്തുള്ളിയും അങ്ങനെ ഓരോന്നായിട്ട് വറുത്തെടുക്കണം. എല്ലാം സെപ്പറേറ്റ് വറുത്തെടുക്കുമായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓരോന്നും ഓരോ വറവായതുകൊണ്ട് നമ്മളത് ഒരുമിച്ചിടാണ്ട് സെപ്പറേറ്റ് വറുത്തെടുക്കും. അതിനുശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതുപോലെ തന്നെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അത് ഏകദേശം ഒരു ബ്രൗണിഷ് കളറാവുന്ന വരെ ഇട്ട് വേവിച്ചെടുക്കണം.
നന്നായിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്ത ശേഷം അത് മാറ്റി വയ്ക്കണം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചി ഏകദേശം നല്ല ബ്രൗണിഷ് കളർ നോക്കി തന്നെ ബ്രൗണിഷ് കളറായിട്ട്, പിന്നെ അതും വറുത്ത് കോരി നേരത്തെ വെച്ചിട്ട് സൈഡിലേക്ക് വയ്ക്കുക. മൊത്തം വറുത്ത് പോരണില്ലെങ്കിൽ അത് അവിടെ കരിഞ്ഞ് കിടക്കും. അതുകൊണ്ട് തന്നെ ഒരു പീസ് പോലും എന്ത് ബാക്കി വയ്ക്കാണ്ട് മൊത്തം കോരി എടുക്കണം. വറുത്ത് കോരി കഴിഞ്ഞു. അതിനുശേഷം ഒന്ന് പയ്യെ എണ്ണ ചൂടാകുന്ന വരാം. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇടുക. വെളുത്തുള്ളി നമ്മൾ ഇഞ്ചി വറുത്തെടുത്ത പോലെ തന്നെ വെളുത്തുള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി അത് മൂപ്പിച്ച് കോരിയെടുക്കണം. വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അത് നമ്മൾ മാറ്റി വയ്ക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധികം ഇപ്പോൾ ഓവറായിട്ട് ഇത് ബ്രൗണിഷ് കളർ ആവണ്ട. നമുക്ക് എന്തായാലും ഒന്നുകൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നുകൂടെ നന്നായിട്ട് എല്ലാം കോരിയെടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഒരു കഷ്ണം പോലും ഇല്ലാണ്ട് അത് ഇതുപോലെ തന്നെ കോരിയെടുക്കണം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് എടുക്കുക. പച്ചമുളക് നല്ല റൗണ്ട് ഷേപ്പിലാണ് അരിഞ്ഞ് വെച്ചേക്കുന്നത്. എന്നിട്ട് അതും ചെറുതാക്കി അരിയുക. അത് കാരണം പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതും ഇടുക. എന്നിട്ട് നന്നായിട്ട് അത് ഇതുപോലെ നമ്മൾ ഇതൊരു വറുത്ത് കോരിയ പോലെ തന്നെ നന്നായിട്ട് വറുത്ത് കോരണം. ഇപ്പോൾ നമ്മുടെ മുളക് ചായിട്ടുണ്ട്. ഇനി അത് പയ്യെ അതും വറുത്ത് കോരി വെക്കണം. എല്ലാം കൂടെ ഒരുമിച്ചിട്ടാൽ മതി. കാരണം നമുക്ക് പിന്നെ അത് ഒരുമിച്ചാകാം. സെപ്പറേറ്റ് ഒന്നും വേണ്ട. അത് നന്നായിട്ട് വറുത്ത് കോരി എടുക്കുക. ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിരുന്നു. കടുക് ചേർത്തില്ലായിരുന്നു. അപ്പോൾ നമ്മളൊരു എണ്ണയിലേക്ക് തന്നെ കടുക് ഇടുക. കടുക് നന്നായിട്ട് പൊട്ടി വരണം. അപ്പോൾ ആ കടുക് ഇട്ട് കൊടുക്കുക. നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, സോറി. അപ്പോൾ ആ കടുകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കടുക് പൊട്ടണ വരെ വെയിറ്റ് ചെയ്യണം. കടുക് ശേഷം പൊട്ടിക്കഴിഞ്ഞു. ഇനി അതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് അത് നന്നായിട്ട് പൊട്ടുന്നവരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാല ഉണ്ടല്ലോ, ആ ഗരം മസാല ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 2 സ്പൂൺ ഇപ്പോൾ ഇടാമെന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ലേശം നോക്കുക. ഒന്ന് ഇളക്കി നോക്കുമ്പോഴത്തേക്കും അറിയാൻ പറ്റും എന്തൊരു പൊടിയായിട്ട്. നമ്മൾ വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. ഗരം മസാല മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 2 സ്പൂൺ കൊണ്ട് എക്സ്ട്രാ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 4 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഏകദേശം മസാല ആയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമുക്കിനി അടുത്ത് നമ്മൾ ബാക്കി വറുത്ത് വെച്ചിരിക്കുന്ന സാധനം ഇട്ട് കൊടുക്കണം. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അത് നമ്മൾ പനീർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ പിന്നാലെ തന്നെ ഇഞ്ചിയും കുറച്ച് മുളകും അതുപോലെ വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. ചേർത്തിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയാൽ മാത്രമേ അത് എല്ലായിടത്തും മിക്സ് ആവുകയുള്ളൂ, കറക്റ്റായിട്ട് മിക്സ് ആയിക്കോളൂ. അതുകൊണ്ട് നിർബന്ധമായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. എന്നാലും ഇല്ലെങ്കിൽ ഒരു സൈഡിൽ മാത്രമേ കിടക്കും. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഗൈസ്. എന്നാൽ മാത്രമേ അത് എല്ലാ സൈഡിലും എത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അത് മൊത്തം. ഇപ്പോൾ ഗായ്സ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറി വെച്ചിരിക്കുന്ന ഉപ്പും വിനെഗറും കുടിച്ചിരുന്ന മിക്സ്ചർ ഒഴിച്ച് കൊടുക്കുക. ഒരു 2-3 സ്പൂൺ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കി നിങ്ങൾ ഉപ്പും ഇതൊക്കെ കറക്റ്റാണോ നോക്കിയിട്ട് ശേഷം വേണമെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് അന്നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ച് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മളിനി പയ്യെ ആ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി വയ്ക്കുക. ഇനി നമുക്ക് അത് ചൂടാക്കേണ്ട കാര്യമില്ല.
എന്നിട്ട് അത് ഓഫാക്കി കൊടുക്കുക. നന്നായിട്ട് പിന്നെ അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മുടെ രുചികരമായ പാലച്ചാർ റെഡി ആയി കഴിഞ്ഞു. നമ്മളിതെല്ലാം വറുത്തതെടുത്തുകൊണ്ട് തന്നെ ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാത്തതുകൊണ്ട് തന്നെ എത്ര കാലം വേണമെങ്കിലും വയ്ക്കാം. നന്നായിട്ട് തുടച്ച് വെച്ച ഒരു പാത്രത്തിൽ അടച്ച് വയ്ക്കാൻ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്ക് വേണമെങ്കിൽ ചോറിൻ്റെ കൂടെയോ വെറുതെ തിന്നാനോ എങ്ങനെ വേണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ അതുപോലെ കഴിക്കാൻ പറ്റും. നന്നായിട്ട് അടച്ച് മൂടി വയ്ക്കുകയാണെങ്കിൽ കുറേ കാലം നമുക്ക് ഉപയോഗിക്കാം. അപ്പം അമ്മച്ചി ഇവിടെ ഉണ്ട്. അമ്മച്ചിയോട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു നോക്കാം. അപ്പം നിങ്ങളത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്